എൻ്റെ വീട് ചോദിക്കാൻ അവനാരാ എൻ്റെ വീട് ചോദിക്കാൻ? ആദ്യം അടയ്ക്കുന്ന കടത്തിണ്ണയാണ് എൻ്റെ വീട്. ഒരു നിഴൽ പോലെ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നിനക്ക് ഞാൻ പിടുത്തം തരില്ല. മാറി നിൽക്കടാ, മാറി നിൽക്കാൻ. എടാ കാലാ, വെറുതെ നീ ഇവിടെ ഇരിക്കണ്ട. എനിക്കിപ്പോൾ മരിക്കാൻ മനസ്സില്ല. നീ ആ പെണ്ണിനെ കുറിച്ചില്ല. പോണില്ലേ? പോണ്ട, അവിടെ ഇരുന്നോ. ഞാൻ പോണു, എനിക്ക് വേറെ പണിയുള്ളതാ. എൻ്റെ പറയാൻ എന്തിനാ? പോ, എങ്ങോട്ടെങ്കിലും പോകാല. നീ ആരാണെന്നോ ഏതാണെന്നോ എനിക്കറിയേണ്ട ആവശ്യമില്ല. പക്ഷേ നീ ആത്മഹത്യം കാണിച്ചതിൻ്റെ പേരിൽ എനിക്ക് വേണ്ടി നിനക്കെതിരെ കേസെടുക്കാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. കേട്ടോടി? ഡേ നേരെ നോക്കടി. നീ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ഒടുങ്ങിയിരുന്നെങ്കിലേ നിന്റെ ഈ ശരീരം ഉണ്ടല്ലോ, കണ്ട മീനും മറ്റുമൊക്കെ കൊത്തി വലിച്ച് നീ മൂന്നാം പക്കം ചീഞ്ഞളിഞ്ഞ് പൊങ്ങിയാനെ. നീ ചത്തു കഴിഞ്ഞ നിന്റെ ഈ ശരീരം ഉണ്ടല്ലോ, അത് ആളുകളെടുത്ത് കുഴിച്ചിടും, അല്ലെങ്കിൽ കത്തിച്ച് കളയും. അതിനുമുമ്പ് ഈ മാർട്ടിനൊന്നും ഉപയോഗിക്കട്ടടി. വളരെ മാന്യമായിട്ടാണ് സാർ ഇതുവരെ നിന്നോട് സംസാരിച്ചത്. ഇനി അതങ്ങ് മാറും. ഇതിനു മുമ്പേ വന്ന പെണ്ണുങ്ങളോടൊന്നും സാർ ഇത്രയധികം സംസാരിച്ചിട്ടില്ല. നീ അവനിങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ. അവൻ നിക്കറെ മൂത്രമൊഴിക്കും. എന്നെ നോക്കി പേടിപ്പിക്കണ? വിനോദ് മൂത്രമൊഴിക്കുകയുള്ളൂ, ഞാൻ അപ്പിയിടും. എടി കൊച്ചേ, ഞാനൊരു കാര്യം ഇഷ്ടപ്പെട്ട അത് മാന്യമായിട്ട് ചോദിക്കും. കിട്ടിയില്ലെങ്കിൽ കടിച്ച് പറിച്ചാണെങ്കിലും ഞാനത് എടുക്കും. അതുവരെ വീട് വിട്ട് പുറത്തു പോകാമെന്ന് നീ വിചാരിക്കണ്ട കേട്ടാ.
കാശ് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. അത് ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം, ചെല്ലേ. സാറ് പറഞ്ഞത് ശരിയാ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ശരീരം ഞാൻ സാറിന് തരാം. എനിക്കൊന്ന് ബാത്റൂമിൽ പോണായിരുന്നു. എന്നിട്ട് പോരെ? ദാ അവിടെയുണ്ട്, ചെല്ല്. അതെൻ്റെ കെട്ടിയോളാ, അതോർത്ത് നീ പേടിക്കണ്ട. അതവിടെ ഒരു മൂലക്ക് ഇരുന്നോളും. നീ പോയിട്ട് വാ, ചെല്ല് ചെല്ല്. ലെസി, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാടി, എനിക്ക് വേണ്ടപ്പെട്ടവരാരെങ്കിലും ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ചക്രവും ഉരുട്ടിപ്പിടിച്ച് അവരുടെ മുന്നിലേക്ക് നീ വരരുതെന്ന്. എവിടെ എത്ര പറഞ്ഞാലും നീ കേൾക്കൂലല്ലേ? നിന്നെ അനുസരിപ്പിക്കാൻ എനിക്കറിയാടി. നിന്റെ അമ്മയുടെ 40 നടത്താനാണോടി നിനക്കിപ്പൊ പാല്? ഒന്ന് ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പേ നിന്റെ മൂക്കില് പഞ്ഞി വെച്ച് കിടത്താൻ എനിക്കറിയാം. ലസിമോള് ചെല്ല്.
നീ ആരോടാ കളിക്കണേന്ന് നിനക്കറിയില്ല. മര്യാദക്കെന്നെ അഴിച്ചുവിടടി. നീ തീട്ടം മുഴുവൻ നിന്റെ ദേഹത്ത് വാരി തേച്ചലടി. എന്തേ നിനക്ക് ഛർദിക്കാൻ മുട്ടിയോ? മലവും മൂത്രവും കഫവും എല്ലാം അടങ്ങിയത് തന്നെയാ ഒരു പെണ്ണിന്റെ ശരീരം. ഞാൻ വാരിത്തേച്ച മലത്തിന്റെ മുന്നിലേ നീ തോറ്റുപോയില്ലേ? നീയൊക്കെ ആണായിട്ട് ജനിച്ചെന്നേ ഉള്ളൂ, ആണായിട്ട് ജീവിച്ചിട്ടില്ല. ആന്റി എന്നും പറഞ്ഞ് എന്നെ വിളിച്ച് വീട്ടിലേക്ക് വരാറുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ ഞാനില്ലാത്ത നേരം നോക്കി എൻ്റെ ഭർത്താവ് അതിനെ ഈ ഭൂമിയിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നിയപ്പോൾ പിന്നെ എനിക്ക് ജീവിക്കാൻ തോന്നിയില്ല. പക്ഷെ അതൊരു തെറ്റായ തീരുമാനമാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെപ്പോലുള്ളവന്റെ മുന്നിൽ ഒരു പെണ്ണ് തകർന്നടിയല്ല വേണ്ട. നിന്നെയൊക്കെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് പെണ്ണെന്താണെന്ന് അറിയിച്ചു തരാടാ. ഒരു പെണ്ണിന്റെ ശരീരം തളർന്നാലും മനസ്സ് തളരരുത്. ഈ കഴിവറ മോളെ വല്ല കത്തിയ ബ്ലേഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വാടി. നീ ആരുടെ അവിടെ പോയി ചത്തി കളിക്കണേ? വേഗം പാടി കൂടെ. എന്നെ കൊണ്ടൊന്നും ആവതില്ലാഞ്ഞിട്ടല്ലേ ചേട്ടൻ മറ്റുള്ളവരെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. എന്നെ എത്രയൊക്കെ വേദനിപ്പിച്ചാലും ചേട്ടനെ ആരും വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്ന് അറുത്ത് മുറിക്കടി. ഇത് ഇതുങ്ങളൊക്കെ അത് ചത്ത് കിടക്കുകയാണ്. ഒരു കുപ്പി മേടിക്കുക എത്ര ആണോ ഒന്നല്ല. ഈ കാച്ചോടെ എനിക്ക് പോലായില്ല. ഇനിയൊരു പെണ്ണിന്റെ ശരീരവും കഴുകന്റെ കണ്ണുകൾ കൊണ്ട് നോക്കാൻ മാർട്ടിൻ ഈ ഭൂമിയിൽ വേണ്ട. അവളബലയല്ല, ഇരുളിലിടറില്ല, അനുനിമിഷം അവളെരിയും തിരികെടാതെ. അടിപതറുകില്ല, മിഴി നനയുകില്ല, അതിവേഗം അവളൊഴുകുമാഴി പോലെ. അഴലിൻ്റെ ചുഴിയിലേക്കവളെ വീഴ്ത്താൻ അധികാര ദുർമോഹ വിരലുയർന്നാൽ പൊരുതുന്ന ജീവന്റെ പൊലിമ മൂടാൻ അരുതാത്ത കൊതിയോടെ ചതിമെനഞ്ഞാൽ അകമൊരുകും അഗ്നി തൻ ജ്വാലാമുഖങ്ങളാൽ പ്രതികാര വീര്യത്തിൻ ചുടലപ്പറമ്പിലായി ചിതയൊരുക്കും തിന്മ ചാമ്പലാക്കാൻ വിധിയൊരു